ബി.ജെ.പി. നേതാവ് എൻ രാധാകൃഷ്ണന് പണം നൽകിയിട്ടില്ലെന്ന് തുറന്നു പറഞ്ഞ പകുതി വില തട്ടിപ്പ് കേസിലെ പ്രതി അനന്തു കൃഷ്ണൻ. എൻ രാധാകൃഷ്ണന്റെ സൈൻ കമ്പനി ഇംപ്ലിമെന്റ് ഏജൻസി മാത്രമാണ്. കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റിനും ആനന്ദകുമാറിനും പണം നൽകിയിട്ടുണ്ട്. പണം നൽകിയതിന് രേഖകളുണ്ടെന്നും അനന്തു കൃഷ്ണൻ വെളിപ്പെടുത്തി. വിവരങ്ങളുമായി അഖിൽ പാലോട്ടമടമുണ്ട്. അഖിൽ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ആർക്കൊക്കെ പണം നൽകിയിട്ടുണ്ടെന്നാണ് അനന്തു കൃഷ്ണൻ വെളിപ്പെടുത്തിയിരിക്കുന്നത്? അനന്തു കൃഷ്ണനുമായി ഇന്ന് എറണാകുളം ജില്ലയിലെ താമസിച്ചിരുന്ന ഫ്ളാറ്റിലും അനന്തു കൃഷ്ണന്റെ ഓഫീസിലുമൊക്കെയായിട്ടായിരുന്നു ഇന്ന് തെളിവെടുപ്പ് ഉണ്ടായിരുന്നത്. ആ തെളിവെടുപ്പ് എത്തുമ്പോൾ തന്നെ മാധ്യമപ്രവർത്തകർ അനന്തു കൃഷ്ണന് രാഷ്ട്രീയ നേതാക്കൾക്ക് പണം ആർക്കൊക്കെയാണ് നൽകിയിട്ടുള്ളത് എന്ന് ആദ്യം ചോദിക്കുമ്പോൾ തന്നെ ഞാൻ വിവിധ രാഷ്ട്രീയ നേതാക്കൾക്ക് പണം നൽകിയിട്ടുണ്ട് എന്ന് അനന്തു കൃഷ്ണൻ ആവർത്തിച്ചു പറഞ്ഞിരുന്നു. അതിനുശേഷമാണ് സ്പെസിഫിക്കായിട്ട് ബി.ജെ.പി. നേതാവ് എൻ രാധാകൃഷ്ണന്റെ പേരെടുത്ത് ചോദിച്ചത്. എന്നാൽ എൻ രാധാകൃഷ്ണന് ഒരു തരത്തിലുമുള്ള പണമിടപാട് രാധാകൃഷ്ണനുമായിട്ടുണ്ടായിരുന്നില്ല. രാധാകൃഷ്ണന്റെ കമ്പനി സൈൻ കമ്പനിയുമായിട്ട് ഇംപ്ലിമെന്റ് ഏജൻസി മാത്രമായിട്ടാണ് രാധാകൃഷ്ണന്റെ കമ്പനി താനുമായി പ്രവർത്തിച്ചിരുന്നതെന്ന ഒരു വിവരമാണ് അനന്തു കൃഷ്ണൻ പങ്കുവച്ചത്. എന്തായാലും അനന്തു കൃഷ്ണൻ നിരവധി രാഷ്ട്രീയക്കാർക്ക് പണം നൽകിയിട്ടുണ്ട് എന്ന അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ബാങ്ക് ഇടപാടുകളുമായി ബന്ധപ്പെട്ട് അത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെയാണ് CPM-ന്റെ ഇടുക്കി ജില്ലാ സെക്രട്ടറി TN വർഗീസ് 2.5 ലക്ഷം രൂപ വാങ്ങിയിട്ടുണ്ട് എന്ന തരത്തിലുള്ളൊരു വെളിപ്പെടുത്തൽ നടത്തിയത്. അതിനു പിന്നാലെയാണ് കോൺഗ്രസ് നേതാവ് ലാലി വിൽസന്റെ അനന്തു കൃഷ്ണന്റെ കമ്പനിയുടെ ലീഗൽ അഡ്വൈസറാണ്. ലീഗൽ അഡ്വൈസർ എന്ന നിലയ്ക്കാണ് ലാലി വിൽസന്റിന് പണം നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ സായിഗ്രാമം ഗ്ലോബൽ ട്രസ്റ്റിന്റെ ചെയർമാൻ അനന്തകുമാറിനും പണം നൽകിയിട്ടുണ്ട് എന്നൊരു കാര്യമാണ് അനന്തു കൃഷ്ണൻ ഇപ്പോൾ പോലീസുമായും നമ്മളുമായും ഒക്കെ തന്നെ പങ്കുവച്ചിട്ടുള്ള. അനന്തു കൃഷ്ണൻ തെളിവെടുപ്പുമായി സഹകരിക്കുന്നുണ്ട്. തെളിവെടുപ്പിൽ പൂർണ്ണമായും കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അനന്തു കൃഷ്ണൻ ഈ പണം നൽകിയതിനൊക്കെ തന്നെ തന്റെ കയ്യിൽ ഡിജിറ്റൽ തെളിവുകളുണ്ട്, ബാങ്ക് രേഖകളുണ്ട് എന്ന് ആവർത്തിച്ചു പറയുകയും ചെയ്യുന്നുണ്ട്. അഖിൽ, ഇന്നത്തെ തെളിവെടുപ്പ് പൂർത്തിയായോ? നിലവിൽ ഇന്ന് രാവിലെ ആദ്യം തെളിവെടുപ്പിനായി കൊണ്ടുവരുന്നത് നാഷണൽ NGO കോൺഫെഡറേഷന്റെ വൈറ്റിലയിലെ ഓഫീസിലാണ്. അവിടെ നിന്നും രണ്ടാമത് പാലാരിവട്ടത്തെ ഓഫീസിലേക്ക് കൊണ്ടുപോയി മൂന്നാമത് അശോകയിൽ, അതായത് അനന്തു കൃഷ്ണൻ താമസിക്കുന്ന ഫ്ളാറ്റ് അശോകയിലെ, അതായത് ഹൈക്കോടതി ജംഗ്ഷനിലെ അശോക ഫ്ളാറ്റിലേക്കാണ് കൊണ്ടുപോയത്. അവിടുത്തെ തെളിവെടുപ്പിന് ശേഷം കളമശ്ശേരിയിലെ ഓഫീസിലേക്ക് കൊണ്ടുപോയി അവിടുത്തെ കൂടി ഇന്ന് 4 തെളിവെടുപ്പോട് കൂടിയാണ് ഇന്നത്തെ തെളിവെടുപ്പ് പൂർത്തിയാക്കിയത്. അനന്തു കൃഷ്ണന്റെ കസ്റ്റഡി കാലാവധി നാളെ കഴിയുന്നത് കൊണ്ട് തന്നെയാണ് പോലീസ് അതിവേഗം അനന്തു കൃഷ്ണനുമായി മാക്സിമം സ്ഥലങ്ങളിൽ പോയി ഇത്തരത്തിലുള്ള തെളിവുകൾ ശേഖരിക്കാനുള്ള ഒരു നടപടിക്രമം പോലീസ് സ്വീകരിച്ചു വന്നത്. കാരണം സംസ്ഥാനത്തുടനീളമുള്ള പോലീസ് സ്റ്റേഷനുകളിലൊക്കെ തന്നെ ഈ പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട നിരവധി പരാതികൾ ഉയർന്നു വരുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഇത്തരത്തിൽ കൂടുതൽ തെളിവുകളും രേഖകളും ശേഖരിച്ചാൽ മാത്രമേ ഇത്തരത്തിലെ തട്ടിപ്പിന് ആരൊക്കെയാണ് ഇരയായിട്ടുള്ളത്, ആരൊക്കെയാണ് ഈ തട്ടിപ്പിന് നേതൃത്വം നൽകിയിട്ടുള്ളത് എന്ന തരത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുള്ളൂ എന്നതാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം അല്പസമയം മുമ്പാണ് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിൽ പോലീസ് സ്റ്റേഷനിലും പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട ഒരു പരാതി കൂടി രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്. അങ്ങനെ സംസ്ഥാനത്തുടനീളം, അത് മധ്യ കേരളത്തിലും മലബാർ മേഖലയിലുമാണ് ഏറ്റവും അധികമായി ഇത്തരത്തിലുള്ള പാതിവില തട്ടിപ്പിന്റെ കൂടുതൽ ഇരകളുള്ളത്. അതുകൊണ്ട് തന്നെ അവർ ആ തരത്തിൽ മുന്നോട്ട് പോകുന്നതും പരാതിയുമായി. അതുകൊണ്ടാണ് കൂടുതൽ ആൾക്കാരിലേക്ക് ഈ അന്വേഷണം വ്യാപിപ്പിക്കണമെന്നൊരു തീരുമാനം പോലീസ് എടുക്കുന്നത്. ഇന്നത്തെ എന്തായാലും അനന്തു കൃഷ്ണന്റെ തെളിവെടുപ്പ് എല്ലാം പൂർത്തിയാക്കിയിട്ടുണ്ട്. 4 സ്ഥലങ്ങളിലാണ് തെളിവെടുപ്പ് ഉണ്ടായിരുന്നത്. അഖിൽ പാലോട്ടമടമാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.